കേരളം വിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൊക്കെ വിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഏക ആശ്വാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാമിലി ഒക്കെ നമ്മൾ അടുത്ത് വരിക, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെ കാണാൻ പോവുക. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ തരുന്നൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ മാമയും, അതായത് എൻ്റെ ഉമ്മയുടെ ബ്രദറും അതുപോലെ തന്നെ ഫാമിലിയും ഒക്കെ ഹത്തയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ഹത്ത എന്ന് പറയുന്നത്. വളരെ കാമായിട്ടുള്ള, അധികം ഈ ദുബായ് ഷാർജ ആ ഒരു തിരക്കുകളോ ഒന്നുമില്ലാത്ത, വളരെ റോഡുകളൊക്കെ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് നമുക്ക് വേണ്ടി. ആരുമില്ല റോഡിലൊന്നും. രാത്രിയൊക്കെ നമ്മൾ അത്രയും റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇറങ്ങി നടക്കാം. അപ്പോൾ നമ്മളും മാമാടെ മക്കളും കൂടെ ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയതാണ്. നമ്മളന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മളന്ന് മറ്റേ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ അവിടെ റോഡിലൊന്നും ആരും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പിന്നെ നമ്മളവിടെ കുറേ നേരമൊക്കെ നടന്നു. നമ്മൾ ചെറിയ ചെറിയ അധികം കടകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. 1-2 ഷോപ്പേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ലോഡഡ് ഫ്രൈസൊക്കെ വാങ്ങി നമ്മളത് കഴിച്ചു. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് അവരുടെ റൂമിൻ്റെ ടെറസിൻ്റെ മേലെ നിന്ന് ഉള്ളൊരു വ്യൂ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഡിന്നറിന് തന്നെ നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ളൊരു സെറ്റപ്പിൽ അവിടെ അടുത്തുള്ള ഹിൽ പാർക്കിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഹട്ടുകളായിട്ടാണ്, അതും ഭയങ്കര രസമായിട്ട് തോന്നിട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഷാർജ, ദുബായ് അതിലൊക്കെ നമ്മൾ ഏതെങ്കിലും പാർക്കിലൊക്കെ ഇതുപോലെ നമ്മളൊരു ഗ്രില്ല് ചെയ്യാനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഹത്തയിൽ നമ്മൾ പോയപ്പം ഒരുപാട്, അതായത് വലിയ പാർക്കാണ്, പക്ഷേ എന്താ പറയുക, ഓരോ ഹട്ടുകളായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു പ്രൈവസിയിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി, അതായത് ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ സംസാരിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, മറ്റുള്ളവർ കേൾക്കുമെന്നോ അല്ലെങ്കിൽ അവർ കാണുമെന്നോ ഒന്നും നമുക്ക് ചിന്തിക്കാനേ ഇല്ല. അപ്പം അത്രയും പ്രൈവസി നിറഞ്ഞൊരു സംഭവമായിരുന്നു കേട്ടോ അവിടെ. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തതും ഒക്കെ നമ്മൾ കഴിച്ചു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടുന്ന് അങ്ങനെ ഇറങ്ങി. കുറച്ച് നേരം ഇരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇതുപോലെ ജസ്റ്റ് ഹത്ത ഡാം ജസ്റ്റ് പോയി. അവിടെ അടുത്ത് തന്നെയാണല്ലോ, ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവ്. അങ്ങനെ പിള്ളേരെയും തൂക്കിയെടുത്ത് നമ്മൾ പോയി. അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ അവിടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു. ആ ഒരു ഹത്തയുടെ ആ ഒരു ബ്യൂട്ടി ഒക്കെ ആസ്വദിച്ച് നിന്നു. പിന്നെ കുറേ കുതിരകളൊക്കെ കണ്ടു. പിന്നെ മോണ്ട കഫേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്ന് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു സെൻറ്റ് സെബാസ്റ്റ്യൻസ് കേക്ക്. അപ്പോൾ അത് അന്ന് ഞാൻ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. നല്ല കിടിലൻ സാധനം.